രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവർ മൂന്നുമാണോ ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്നത്? അല്ലെങ്കിൽ ഇവരെ സതീശനും അടൂർ പ്രകാശും സണ്ണി ജോസഫും അടങ്ങുന്ന മുതിർന്ന നേതൃനിര പേടിക്കുകയോ അവർക്ക് വിധേയരാകുകയോ ചെയ്യുകയാണോ? ഈ ചെറുപ്പക്കാരായ നേതാക്കന്മാർ കോൺഗ്രസിനെ വിഴുങ്ങുകയും അവർ ആണ് കോൺഗ്രസ് എന്ന അവസ്ഥയിലേക്ക് മാറുകയും മുതിർന്ന നേതാക്കന്മാരെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു, തങ്ങൾ പറയുന്നതാണ് അവർ ചെയ്യുന്നത്, തങ്ങളെ അവർ ഭയക്കുന്നു എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇങ്ങനെയൊക്കെ നേതാക്കന്മാരെ, മുതിർന്ന നേതാക്കന്മാരെ യുവ നേതാക്കന്മാർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലത്തേക്ക് കോൺഗ്രസ് ചെന്ന് തലകുത്തി വീണോ? കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണ്? ഈ ചോദ്യം കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മുതൽ കോൺഗ്രസിൻ്റെ തന്നെ വിവിധ തലങ്ങളിലുള്ള മുതിർന്ന നേതാക്കൾ വരെ ചോദിക്കുകയാണ്. അവർ പരസ്യമായി ചോദിക്കാത്തത് അവരുടെ ഉള്ളിലുള്ള കോൺഗ്രസ് സ്നേഹം കൊണ്ടാണ്. അത് ഈ കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്ന, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു വിഭാഗമോ അനൗദ്യോഗികമായ വേറെ ചിലരും നയിക്കുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ ആളുകളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് ഉള്ളിൽ കോൺഗ്രസിനോടുള്ള സ്വന്തം പാർട്ടി എന്ന നിലയ്ക്കുള്ള ആദരവ് കൊണ്ടാണ്. കോൺഗ്രസിനെ നയിക്കാൻ ഹൈക്കമാൻഡ് ചില ആളുകളെ കാലാകാലങ്ങൾ വെക്കാറുണ്ട്. അത് കെട്ടിയിറക്കുന്നവരുമുണ്ട്, അല്ലാതെ ഇവിടെ നിന്ന് സോക്കോൾഡ് ഇലക്ഷൻ നടത്തി അയക്കുന്നവരുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിലവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് കോൺഗ്രസ് നയിക്കുന്നവരാരാണ് എന്ന ചോദ്യം വേദന ചോദിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആ വികാരത്തിൻ്റെ തെളിവ് ഉദാഹരണമായി, കാരണമായി ഒരു ഉദാഹരണം പറയാം. KPCCയുടെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നോക്കണം. അതിൽ 4 പേരുടെ ഫോട്ടോ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പേർ ആരൊക്കെയാണെന്ന് അറിയാമോ? VD സതീശനും K സുധാകരനുമാണ്. എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ നിയോഗിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും KPCCയുടെ വെബ്സൈറ്റിൽ, ഔദ്യോഗിക വെബ്സൈറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അല്ല, തുറക്കുമ്പോഴേ കാണുന്നത് K സുധാകരൻ, മുൻ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ KPCC പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കോൺഗ്രസ് സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒരു പ്രതീകാത്മക സൂചന, ഒരു തെളിവല്ലേ അത്? കോൺഗ്രസ് നയിക്കുന്ന ആരാണ് കേരളത്തിൽ എന്ന ചോദ്യത്തിലാണ് നമ്മൾ തുടങ്ങിയത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, അതായത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ്, UDFൻ്റെ കൂടി പാർലമെൻ്ററി പാർട്ടി നേതാവാകുമ്പോഴാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നത്, VD സതീശൻ. UDFൻ്റെ കൺവീനർ, മുൻ മന്ത്രി അടൂർ പ്രകാശ്. ഇതാണല്ലോ ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രധാന നേതാക്കൾ, ഒന്നാം നിര നേതാക്കൾ. പക്ഷേ വർക്കിംഗ് പ്രസിഡൻറ്റ് വടകര MP ഷാഫി പറമ്പിൽ, വൈസ് പ്രസിഡൻറ്റ് തൃത്താലയിൽ MP രാജേഷിനോട് തോറ്റ മുൻ MLA VT ബൽറാം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നിൽക്കുന്ന, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച, ആരോപണ വിധേയനായി മുൾമുനയിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവർ മൂന്നുമാണോ ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്നത്? അല്ലെങ്കിൽ ഇവരെ സതീശനും അടൂർ പ്രകാശും സണ്ണി ജോസഫും അടങ്ങുന്ന മുതിർന്ന നേതൃനിര പേടിക്കുകയോ അവർക്ക് വിധേയരാകുകയോ ചെയ്യുകയാണോ? ഒരു അന്തരീക്ഷത്തിൽ നിന്നൊരു വെറും ചോദ്യം ചോദിക്കുകയല്ല, രാഷ്ട്രീയ ബോധമുള്ള കോൺഗ്രസിനെയും കേരളത്തിൻ്റെ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾക്ക്, കാലങ്ങളായി കോൺഗ്രസിനെ അറിയാവുന്ന ആളുകൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ വയ്യാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം VT ബൽറാമിൻ്റെ വിവാദമുണ്ടായി. അത് ഏറ്റവും ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. എന്താണ്?
ബീഹാറും ബീഡിയും തുറക്കുന്നത് ബിയിലാണ് എന്നുള്ള വിവാദമായ പോസ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തലവൻ സ്ഥാനത്ത് നിന്ന് VT ബൽറാമിനെ മാറ്റി, അല്ലെങ്കിൽ VT ബൽറാം സ്വയം രാജിവെച്ചു ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം എന്ന വാർത്തകൾ വ്യാപകമായി വന്നതാണ്. അതിനെ ഇന്നലെ VD സതീശൻ പരസ്യമായി നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ ഒരു സോഷ്യൽ മീഡിയ വിഭാഗം തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് ചോദിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് മാറ്റിയിട്ടുമില്ല. KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം VT ബൽറാം എന്ന് ആവർത്തിച്ച് പറയുകയും അദ്ദേഹത്തെ ഒരിടത്തും പുറത്താക്കിയിട്ട് മാറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ അത് തന്നെ പത്രക്കുറിപ്പായി വീണ്ടും ഇന്ന് ഇറങ്ങുന്നു. എന്നാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് മാറ്റിയെന്നാണ് VT ബൽറാമിനെ. അടൂർ പ്രകാശ് UDF കണ്ണൂർ പറയുന്നത് മാറ്റിയെന്നാണ്. ഇതിലേതാണ് ശരി? ആരാണ് ഭയക്കുന്നത്? എവിടെ ആരൊക്കെ നിൽക്കുന്നു? എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ? PT ചാക്കോ മുതൽ VD സതീശൻ വരെ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യമാണ്. ഇതിനിടയിൽ ഒരുപാട് മഹാരഥന്മാരെ നേതാക്കന്മാരുടെ പേരുകൾ എടുത്തു പറയാൻ കഴിയും. നമ്മുടെ കാലത്ത് തന്നെ ആണെങ്കിൽ, കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ആണെങ്കിൽ K കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, അങ്ങനെ M ഹസൻ, തെന്നല ബാലകൃഷ്ണപിള്ള, PP തങ്കച്ചൻ, വലിയ വലിയ നേതാക്കന്മാർ. അവരുടെയൊക്കെ കാലത്ത് ചെറുപ്പക്കാരായ നേതാക്കന്മാർക്ക് വലിയ സ്പേസ് ഉണ്ടായിരുന്നു. അവർ വലിയ ചെറുപ്പക്കാരായ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല 27ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ് കരുണാകരൻ മന്ത്രിസഭയിൽ. അങ്ങനെ ഒരുപാട് ആളുകൾ, പന്തളം സുധാകരനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയായ ആളുകളാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരായ നേതാക്കന്മാർ കോൺഗ്രസിനെ വിഴുങ്ങുകയും അവർ ആണ് കോൺഗ്രസ് എന്ന അവസ്ഥയിലേക്ക് മാറുകയും മുതിർന്ന നേതാക്കന്മാരെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു, തങ്ങൾ പറയുന്നതാണ് അവർ ചെയ്യുന്നത്, തങ്ങളെ അവർ ഭയക്കുന്നു എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇപ്പോൾ ജി കാർത്തികേയന് പേര് പറയാൻ വിട്ടുപോയതാണ്. കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരുടെ നിരയിലുള്ള ആളായിരുന്നല്ലോ. ജി കാർത്തികേയനും MA ഷാനവാസും രമേശ് ചെന്നിത്തലയും ചേർന്ന് കരുണാകരൻ്റെ ഗ്രൂപ്പിനകത്തുണ്ടാക്കിയ കലാപം കോൺഗ്രസ്സിലെ ഒരു വലിയ കാലമാണ്, ഒരു വലിയ അധ്യായമാണല്ലോ. തിരുത്തൽവാദം എന്ന് പേരിട്ട ആ രാഷ്ട്രീയ സംഘടനാ കലാപത്തിൻ്റെ കാലത്ത് പോലും അവർക്ക് കോൺഗ്രസിനെ വിഴുങ്ങാനും കരുണാകരനെ അവരുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ രാഷ്ട്രീയം വലിയൊരളവോളം കോൺഗ്രസിനെ അന്ന് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. K മുരളീധരനെ ഒരു പരിധി വിട്ട് അനർഹമായി വളർത്തിക്കൊണ്ട് വരികയും കോൺഗ്രസ് മക്കൾ രാഷ്ട്രീയത്തിൽ പോവുകയും ചെയ്തു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ഇവർ തിരുത്തൽവാദവുമായി വരുന്നത്. അതൊരു കാരണം മാത്രമായിരുന്നു. പല കാരണങ്ങളുമുണ്ട് തിരുത്തൽവാദത്തിന്. വേറെ ഒരു രാഷ്ട്രീയ വിഷയമാണ്, നീളത്തിൽ പരത്തി പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് പറയാനുള്ള സമയവും സന്ദർഭവും അല്ലാത്തതുകൊണ്ട് അതിലേക്ക് വിശദമായി പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തിരുത്തൽവാദത്തിൻ്റെ കാലത്തും കരുണാകരനെ അടക്കമുള്ള തിരുത്തൽവാദികൾ ഉന്നം വെച്ച പ്രധാന നേതാക്കന്മാരെ തങ്ങളുടെ പരിധിക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിനെ അബ്സോർബ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ചില സ്വാധീനങ്ങൾ വരുത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ചെറുപ്പക്കാരുടെ നിര അദ്ദേഹത്തിനൊപ്പവും എതിരുമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസിനെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് നേതാക്കന്മാരെ ഒരു തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇവർക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതല്ല സ്ഥിതി. നോക്കൂ, നിരവധി പെൺകുട്ടികൾ പരസ്യമായും രഹസ്യമായും ഒരാൾക്കെതിരെ, ഒരു നേതാവിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ നേതാവിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അദ്ദേഹം ഇപ്പോഴും MLA തുടരുകയാണ്. പകരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വച്ചിട്ടില്ല. കോൺഗ്രസിനകത്ത് ഇപ്പോൾ കേൾക്കുന്ന ഒരു മുറുമുറുപ്പ്, രാഹുൽ പറഞ്ഞത്രേ എന്നെ തന്നെ തിരിച്ചു കൊണ്ടുവരണം, തൽക്കാലം ആരെയും വെക്കണ്ട
എന്നെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പല നേതാക്കന്മാരുടെയും പല കാര്യങ്ങളും വിളിച്ചു പറയും. ഇതൊന്നും വിഷ്വൽ അല്ലെങ്കിൽ ഓഡിയോ തെളിവുകൾ തൽക്കാലം പുറത്തു വരാത്ത കാര്യമാണ്. നാളെ എന്തെങ്കിലും വന്നുകൂടായികയുമില്ല. പക്ഷേ തലസ്ഥാനത്തെ അടക്കം മാധ്യമ വൃത്തങ്ങൾ, രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ സംസാരമാണിത്. പല മാധ്യമങ്ങളിലും ഇത് വരികയും ചെയ്തു. അതിൻ്റെ കാർഡുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇങ്ങനെയൊക്കെ നേതാക്കന്മാരെ, മുതിർന്ന നേതാക്കന്മാരെ യുവ നേതാക്കന്മാർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലത്തേക്ക് കോൺഗ്രസ് ചെന്ന് തലകുത്തി വീണോ? കോൺഗ്രസ് അത്രയും അധപ്പതിച്ചോ? ഈ കോൺഗ്രസ് ആണോ കേരളത്തിൽ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFനെ നയിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? ഇവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണോ മതനിരപേക്ഷ കേരളം നിൽക്കേണ്ടത്? ഇവരാണോ കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഓരോ മുട്ടിന് ആരോപണം ഉന്നയിച്ച് ശരശയ്യൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത്? ഒരു സർക്കാരിനെ അനവസരത്തിൽ മെറിറ്റില്ലാതെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ വിശ്വാസ്യതയുടെ ഏറ്റവും നിഷേധാത്മകമായ തലം ഇതിലൂടെ എക്സ്പോസ്ഡ് ആവുകയല്ലേ? ഇവരൊക്കെ അവരുടെ സഹപ്രവർത്തകരായ ചെറുപ്പക്കാരെ നേതാക്കന്മാരാൽ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വിധേയരാണ് ഇവരെങ്കിൽ അവരുടെ രാഷ്ട്രീയ വിശ്വാസ്യത എന്താണ്? അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ? ആരാണ് കോൺഗ്രസ് നയിക്കുന്നത് എന്ന ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കേണ്ടി വരികയാണ്. കഷ്ടമാണ് കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.